സിഫോ ട്രിപ്പ് ഓണാക്കല്ലേ? ഓണാക്കി ട്രിപ്പ് ഓണാക്കി. ഇത് നമ്മൾ കസിൻസായിട്ട് ട്രിപ്പ് പോയ കഥയാണ്. കസിൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്, ഫ്രണ്ട്സുമാണ്. അതുകൊണ്ട് ട്രിപ്പ് വേറെ മൂഡ് കയറാം. എല്ലാവരും ഇല്ല കേട്ടോ, അതിൽ കുറച്ച് പേരെ കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരായിട്ട് നമ്മൾ പോയി. പോകുന്ന വഴിക്ക് നമുക്ക് കുന്മാക്കാനും ഫൈസിനും ഫാരിനും ഫാമിലിനും എടുക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടേക്ക് ബസ് പോകാത്തതുകൊണ്ട് അവർ ജീപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. 3 ട്രിപ്പായിട്ട് നമ്മൾ കയറി പോയത്. കാരണം അത്രയും കസിൻസ് ഉണ്ട്. നമ്മൾ എല്ലാവരും കൂടെ ഇതേ വന്നിറങ്ങുന്നുണ്ട്. അവസാനത്തെ വണ്ടിയിൽ ഇതേ ഫൈസിയും മുത്തും സിഫും കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് രാത്രി ചൂടുള്ള ചിക്കനും കൊണ്ട് ചെന്ന പാടിനെ നമുക്ക് വെൽക്കം ഡ്രിങ്കായിട്ട് ടീ ആണ് തന്നത്. പിന്നെ നമ്മളിതേ പൂളൊക്കെ ഇറങ്ങി. സിഫൊക്കെ ജാതി മറിച്ചത്. അങ്ങനെ ഓരോരുത്തരായി പൂളിലിറങ്ങിയിട്ട് നല്ല വൈബടിക്കൽ തുടങ്ങി. എന്തായാലും നല്ല ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. അത് ചുറ്റുപുറം മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കസിൻസായിട്ട് ട്രിപ്പ് വരുമ്പോൾ അത് വേറൊരു ലെവലാണ്. പൂളിലെ അറുമാദിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി. പിന്നെ നമുക്ക് ഡിന്നറിനുള്ള പരിപാടി നോക്കി. നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ ബാർബിക്യൂനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ബാർബിക്യൂ ചെയ്യാനുള്ള പരിപാടികൾ ഓണാക്കി. നമ്മളിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീം അവിടെ DJ ഓണാക്കിക്കണം. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വണ്ടി. DJ ഒപ്പനയും കലാപരിപാടിയും ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു കസാലക്കുള്ളിൽ നടത്തി. 3 ടീമായിട്ട് നമ്മൾ നടത്തി. കുട്ടികളും ഗേൾസും ബോയ്സും. അങ്ങനെ അതായത് പരിപാടിയൊക്കെ കഴിയാനായപ്പോൾ തന്നെ നമ്മൾക്ക് ഫുഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് വെന്ത ചിക്കനൊക്കെ പാടെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കിച്ചണിൽ നമ്മൾ നേരത്തെ തന്നെ പൊറോട്ടയും ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ പറഞ്ഞാൽ നമ്മളെല്ലാവരും സെർവ് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചിൽഡ്രൻസ് പാർക്ക് പോയി. അവിടെ കുട്ടികളൊക്കെ വൻ കളിയാണ്. പറയാനുള്ള ട്രിപ്പിനെ കുറിച്ച് നല്ല വൈബായിക്കണം. ഇതേപോലത്തെ കസിൻസിനെ ഭാഗ്യം ചെയ്യണം. പഞ്ചാബ് മൂട്ട് എങ്ങനെയുണ്ട് ദീദി ബാബി? ട്രിപ്പ് എങ്ങനെയുണ്ട്? രാത്രിക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പോൾ അളിയനും നബീലും നേരത്തെ എണീറ്റിക്കണ്. താഴത്ത് ചെന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഇന്ന് ഊഞ്ഞാലാണ്. പിന്നെ നോക്കുമ്പോൾ ബാഡ്മിൻ്റൺ കളിക്കണം ജഹാനി അർസലും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു. അങ്ങോട്ട് ചെന്നു. നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പൂളിലിറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ വെക്കേറ്റിങ്ങിന് ടൈം ആയിക്കണം. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ വെക്കേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് കുരിശുമലയ്ക്കാണ്. അവിടുന്ന് ഒരു ഓഫ് റോഡ് ജീപ്പ് എടുത്ത് നമ്മൾ മുകളിലെത്തി. മുകളിലെത്തിയപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കയറാൻ കുറച്ച് പാടുപെട്ടു. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ അടിപൊളിയായിട്ട് മുകളിലെത്തി. മുകളിലത്തെ വ്യൂ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിൻ്റെ അവിടെ പോയി ഒരു ഡാൻസും കളിച്ച് പിന്നെ ഒന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിച്ച് നേരെ തിരിച്ചു പോന്നു.